കൊല്ലത്ത് ചാമക്കാലയുടെ സ്വീകരണ പരിപാടിയിൽ തമ്മിൽ തല്ലി അണികൾ. MLA-യുടെ സ്വീകരണ പരിപാടിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലി കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കിഴക്കേതെരുവ് പള്ളിമുക്കിലായിരുന്നു സംഭവം. പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാലയ്ക്കൊരുക്കിയ സ്വീകരണ പരിപാടിയിലാണ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ കിഴക്കേതെരുവ് വാർഡ് പ്രസിഡന്റ് അലക്സിനെ KC പക്ഷക്കാരനായ മേലില പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം അനു വർഗീസും അജിത്തും ചേർന്നായിരുന്നു മർദ്ദനം. ED സംഘത്തിനെതിരായ ആക്രമണം. തിരുവനന്തപുരത്ത് 18 CPIM പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED സംഘത്തിനെതിരെ ആക്രമണം നടത്തിയ കേസിൽ 18 പ്രതികൾ പിടിയിൽ. ഇന്ന് മാത്രം വിവിധ ഇടങ്ങളിൽ നിന്നായി 13 പേരെയാണ് പിടികൂടിയത്. പാളയം ലോക്കൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു അടക്കമുള്ളവരെയാണ് ഇന്ന് പിടികൂടിയത്. പോലീസ് പിടികൂടിയ എല്ലാ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും. എൺപതുകാരിയെ കൊന്നു കായലിൽ കെട്ടിത്താഴ്ത്തിയ സംഭവം. അയൽവാസി പിടിയിൽ. മുതുകുളം തെക്ക് കനകക്കുന്ന് സാധുപുരത്ത് 80കാരിയെ കൊന്നു കായലിൽ കെട്ടിത്താഴ്ത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. അയൽവാസിയായ പ്രകാശനാണ് പിടിയിലായത്. സ്വർണവും പണവും കവരാനായിരുന്നു കൊലപാതകം. പോലീസ് സംശയിക്കില്ലെന്ന ഉറപ്പിൽ യാതൊരു കൂസലുമില്ലാതെ നടക്കുകയായിരുന്നു പ്രതി. പ്രകാശന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് കൊല്ലപ്പെട്ട തങ്കമ്മ. മത്സ്യബന്ധന തൊഴിലാളിയായ പ്രകാശൻ ചെറുവെള്ളത്തിൽ കായലിൽ മീൻ പിടിക്കാൻ പോവുമായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു അറസ്റ്റിൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ CPM കോർപ്പറേഷൻ കൗൺസിലർ IP ബിനു പിടിയിൽ. തമ്പാനൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത് വിളിച്ചു താമസിക്കുന്നതിനിടെയാണ് ബിനുവിനെ പോലീസ് പിടികൂടിയത്. പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബിനു മുട്ടയെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. താരസംഘടനയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. താരസംഘടനയായ അമ്മയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുക്കു പരമേശ്വരൻ, അൻസിബ ഹസൻ, ടിനി ടോം എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമ്മ നേതൃത്വത്തിന് മുന്നിലേക്കില്ലെന്ന നിലപാടിലാണ് അൻസിബ. നിഷ്പക്ഷ സമിതിയെ നിയോഗിക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സമിതിയിൽ ഉണ്ടാകണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ അപകടം. 5 പേർക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കായ ഹാപ്പി ലാൻഡിന്റെ റൈഡ് പൊട്ടി വീണ് അപകടത്തിൽ 30-ലധികം പേർക്ക് പരിക്ക്. 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. തമിഴ്നാട് നാഗർകോവിൽ നിന്ന് വിനോദയാത്രയ്ക്കെത്തിയ ഒരു കുടുംബത്തിലെ 5 പേരും അപകടത്തിൽപ്പെട്ടു. അപകടം നടന്നത് റൈഡ് പ്രവർത്തിക്കുന്നതിനിടെ. 15 പേരോളം റൈഡിൽ ഉണ്ടായിരുന്നതായും ആളുകൾ പറയുന്നു. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുപ്പത്തിയേഴുകാരനായ വ്യവസായിയെ എബോള വൈറസ് ബാധ സംശയിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ 37 വയസ്സുകാരനായ വ്യവസായിയെ എബോള വൈറസ് ബാധ സംശയിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെ പ്രത്യേക എബോള വാർഡിൽ പ്രവേശിപ്പിച്ചു. 10 ദിവസം മുൻപ് ബോംബെയിലെത്തിയ ഇദ്ദേഹം ബിസിനസ് ആവശ്യങ്ങൾക്കായി വഡോദരയിലും അവിടെ നിന്ന് സിൽവാസയിലേക്കും യാത്ര ചെയ്തിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി കടുത്ത പനിയും ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കോങ്കോയിൽ നിന്ന് വന്നതാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസൊലേഷനിലേക്ക് മാറ്റിയത്. മത്സ്യബന്ധനം ബോട്ടിടിച്ച് മുക്കിയതിനെ തുടർന്ന് വിഴിഞ്ഞത്ത് കസ്റ്റഡിയിലെടുത്ത സോളിസ് എന്ന വിദേശ കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു. കടലിൽ വെച്ച് മത്സ്യബന്ധനം ബോട്ടിലിടിച്ച് അപകടമുണ്ടാക്കിയതിനെ തുടർന്ന് വിഴിഞ്ഞം തീരത്ത് തടഞ്ഞു വെച്ചിരുന്ന സോളിസ് എന്ന വലിയ ചരക്ക് കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനമെടുത്തു. ബോട്ട് തകർന്ന് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായ അപകടത്തെ തുടർന്നാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്തത്. കപ്പൽ ആദ്യം കൊല്ലം തുറമുഖത്തേക്ക് മാറ്റാനാണ് ആലോചിച്ചിരുന്നതെങ്കിലും കാലവർഷം കനക്കുന്നതോടെ കൊല്ലത്ത് മണലടിഞ്ഞ് കപ്പൽ മണ്ണിലുറച്ചു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കൊച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. മാസപ്പടി കേസിൽ വീണയുടെ ഫോൺ പരിശോധന നിർണായകം. ഇന്നലത്തെ റെയ്ഡിൽ വീണയുടെ സ്വകാര്യ ഫോണും പിടിച്ചെടുത്തിരുന്നു. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കും. പിണറായിയുടെ വീട്ടിലെ പരിശോധനയിൽ രേഖകളും കണ്ടെത്തിയെന്ന് ED വ്യക്തമാക്കുന്നു. റെയ്ഡിനിടയിലെ സംഘർഷം പെട്ടെന്നുണ്ടായതല്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. പിന്നിൽ ആസൂത്രണമുണ്ട്. വിശദാംശങ്ങൾ ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ സംഭവത്തിൽ കൊട്ടാരത്തിലെ നിത്യസന്ദർശകർക്കെതിരെ റിപ്പോർട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷ ലംഘിക്കുന്നത് അടുപ്പക്കാരാണ് എന്നാണ് റിപ്പോർട്ട്. സുരക്ഷ ലംഘിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരാണെന്നും ഇവർ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. DGPയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഗണപതി വി അയ്യർ, രാജേഷ് കഴക്കൂട്ടം, ജിം അരുൺ, കോട്ടക്കൽ ഷൈജു, പത്മേഷ് പരശുരാമൻ, അശോക് എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിലുള്ളത്. DGPയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്.